നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇ ഗവേണൻസ് എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ചാണ്. എന്താണ് ഇ ഗവേണൻസ്? ഇ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ഭരണക്രമത്തിനെയാണ് ഇ ഗവേണൻസ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോണിക്സ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ഭരണക്രമത്തെയാണ് ഇ ഗവേണൻസ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇത് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കാം. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ ഉദാഹരണമായിട്ട് പറയാം. അതേപോലെ വിവിധ തരം ഓൺലൈൻ അപേക്ഷകൾ ഇ ഗവേണൻസിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഇനി ഇ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തൊക്കെയാണ് നേട്ടമുണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? ഇ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? സേവനത്തിനായിട്ട് സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അല്ല, സേവനത്തിനായിട്ട് സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇ ഗവേണൻസ് എന്നതുകൊണ്ട് പൊതുജനങ്ങൾക്കുള്ള ഏറ്റവും മികച്ച ആ ഒരു സേവനം അല്ലെങ്കിൽ പ്രയോജനമെന്ന് പറയുന്നത്. പിന്നെയോ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താലുള്ളൊരു സേവനമാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താലുള്ള സേവനമാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അതേപോലെ സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭ്യമാക്കുന്ന ഒന്നാണ് ഇ ഗവേണൻസ്. അപ്പോൾ സർക്കാരിൻ്റെ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭ്യമാക്കുന്ന ഒന്നാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അതേപോലെ ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിപ്പിക്കുന്നതുമാണ് ഈ പറയുന്ന ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും ഒക്കെ വർദ്ധിപ്പിക്കപ്പെടുന്നു. ഇനിയോ കേരളത്തിലെ 3 നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻ്ററുകൾ, 14 ജില്ലാ ഭരണകേന്ദ്രങ്ങൾ, 15 ബ്ലോക്ക് ഭരണകേന്ദ്രങ്ങൾ, 63 മിനി പോയിൻ്റ് പ്രസൻസ് തുടങ്ങിയവയെ പരസ്പരം കൂട്ടിയിണക്കുന്ന നെറ്റ്വർക്കിൻ്റെ നെടുംതൂണാണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഇ ഗവേണൻസിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ് കെ-സ്വാൻ എന്ന് പറയുന്നത്. കെ-സ്വാൻ എന്താണ്? കെ-സ്വാൻ എന്ന് നമുക്ക് നോക്കാം, അല്ലേ? കെ-സ്വാൻ ഇ ഗവേണൻസ് എന്ന് പറഞ്ഞ കൊണ്ടുള്ള ആ ഒരു സേവനം സർക്കാർ ഓഫീസുകൾ ഇ ഗവേണൻസിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നൊരു സിസ്റ്റമാണ് കെ-സ്വാൻ എന്ന് പറയുന്നത്. കെ-സ്വാൻ എന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നതാണ്. കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളതാണ് കെ-സ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് കേരളത്തിലെ 3 നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻ്ററുണ്ട്, അല്ലെ? 3 നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻ്ററുകളുണ്ട്, 14 ജില്ലാ ഭരണകേന്ദ്രങ്ങളുണ്ട്, 15 ബ്ലോക്ക് ഭരണകേന്ദ്രങ്ങളുണ്ട്, 63 മിനി പോയിൻ്റ് ഓഫ് പ്രസൻസ് എന്നിവയെ പരസ്പരം കൂട്ടിയിണക്കുന്ന ഒരു നെറ്റ്വർക്കിൻ്റെ നെടും തൂണാണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ കെ-സ്വാൻ. ഇനിയോ വിവിധ സർക്കാർ വകുപ്പുകൾ നൽകി വരുന്ന എല്ലാ സേവനങ്ങളും ഒറ്റ പോർട്ടലിലൂടെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്ന സ്റ്റേറ്റ് പോർട്ടൽ എന്ന് പറയുന്നത്. വിവിധ സർക്കാർ വകുപ്പുകൾ നൽകി വരുന്ന എല്ലാ സേവനങ്ങളും ഒറ്റ പോർട്ടലിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്റ്റേറ്റ് പോർട്ടൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി 2006 മെയ് 18 ദേശീയ ഇ ഗവേണൻസ് പ്ലാനിന് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. 2006 മെയ് 18 ദേശീയ ഇ ഗവേണൻസ് പ്ലാനിന് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. നാഷണൽ ഇ ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് മൊബൈൽ ഗവേണൻസ് ആരംഭിച്ച ആപ്ലിക്കേഷൻ്റെ പേരാണ് ഉമാങ് എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഇ ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് മൊബൈൽ ഗവേണൻസ് ആരംഭിച്ച ആപ്ലിക്കേഷൻ അതാണ് ഉമാങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഉമാങ് എന്ന് വെച്ചാൽ എന്താണ്? യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ് എന്നാണ് പറയുന്നത്. യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ് ആണ് ഉമാങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഉമാങ്ങിൻ്റെ പൂർണ്ണമായ രൂപം എന്തെന്ന് ചോദിച്ചാൽ യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ് എന്നാണ് ഉമാങ് അറിയപ്പെടുന്നത്. ഇനിയോ സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതിയാണ് ഇത്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ഇത്. എല്ലാവരിലും സുരക്ഷിതവും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇ ഗവേണൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇ ഗവേണൻസിനെ കുറിച്ച് APJയുടെ അഭിപ്രായമാണ് നമ്മൾ ഇത്രയും നേരം വായിച്ചത്. എന്താണ്? സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതിയാണെന്നും എല്ലാവരിലും സുരക്ഷിതവും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു തരത്തിലുള്ള പക്ഷഭേദവും കൂടാതെ വ്യക്തമായി ലഭ്യമാക്കുന്ന ഒരു സേവന പദ്ധതിയാണ് ഇ ഗവേണൻസ് എന്നാണ് APJ അബ്ദുൽ കലാം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പരമ്പരാഗത രീതിയിൽ ഫയൽ കൈകാര്യം ചെയ്യുന്നതിന് പകരമായിട്ട് പൂർണ്ണമായും ഡിജിറ്റലായി ഫയൽ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്ന ഒരു കടലാസ് രഹിത സംവിധാനത്തിനെയാണ് ഇ ഓഫീസ് എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഇ ഓഫീസ് എന്ന് മനസ്സിലാക്കുക.
പരമ്പരാഗത രീതിയിൽ ഫയൽ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് പൂർണ്ണമായും ഡിജിറ്റലായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കടലാസ് രഹിത സംവിധാനത്തിനെയാണ് ഈ ഓഫീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അക്ഷയ കേന്ദ്രം, എന്താണ് അക്ഷയ കേന്ദ്രം എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് രൂപം നൽകിയ സംരംഭത്തിനെയാണ് അക്ഷയ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലേ. ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയ സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ഇത് മലപ്പുറം ജില്ലയിലാണ് ആദ്യമായിട്ട് അക്ഷയ സെൻ്ററുകൾ നിലവിൽ വന്നത്. അപ്പോൾ അക്ഷയ സെൻ്ററുകൾ ആദ്യമായിട്ട് നിലവിൽ വന്നത് എവിടെയാണ്? അത് മലപ്പുറം ജില്ലയിലാണ്. 2002 നവംബർ 18 APJ അബ്ദുൽ കലാമാണ് അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 2002 നവംബർ 18 APJ അബ്ദുൽ കലാം അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നതാണ് അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം. ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നതാണ് അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമായി കണക്കാക്കുന്നത്. ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവിനെയാണ് ഈ സാക്ഷരത എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലാണ് അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് സ്വകാര്യ പൊതു പങ്കാളിത്ത മാതൃകയിലാണ് എന്ന് പറയാം. അക്ഷയ സെൻ്ററിൻ്റെ ഉടമസ്ഥാവകാശം ഒരു സ്വകാര്യ വ്യക്തിക്കാണ് നൽകുന്നതെങ്കിലും ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. അക്ഷയ സെൻ്ററിൻ്റെ ഉടമസ്ഥാവകാശം ഒരു സ്വകാര്യ വ്യക്തിക്കാണെങ്കിലും ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. വിവിധ സർക്കാർ വകുപ്പുകൾ നൽകി വരുന്ന എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്കായി ഒരു പോർട്ടലിൽ കൂടി ലഭ്യമാക്കുക എന്ന ആശയം മുൻനിർത്തി നാഷണൽ ഇ ഗവേണൻസ് പദ്ധതിയുടെ ഭാഗമായി 2012 ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റേറ്റ് പോർട്ടൽ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് സർവീസ് ഡെലിവറി ഗേറ്റ് വേ, അതാണ് സ്റ്റേറ്റ് പോർട്ടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റവന്യൂ വകുപ്പിൽ ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ വിപ്ലവകരമായ മാറ്റത്തിനെയാണ് ഇ പോസ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. റവന്യൂ വകുപ്പിൽ ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ വിപ്ലവകരമായ മാറ്റമാണ് ഇ പോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകളെയും കറൻസി രഹിത പണമിടപാടിലേക്ക് മാറ്റുന്നതിനും പൊതുജനം അടയ്ക്കുന്ന നികുതി പണം എത്രയും വേഗം സർക്കാർ ഖജനാവിൽ എത്തിക്കുന്നതിനും വില്ലേജ് ഓഫീസുകളിലെ ജോലിഭാരം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനുമായിട്ടാണ് ഇ പേയ്മെൻറ്റ്, ഇ ട്രഷറി എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകളെയും കറൻസി രഹിത പണമിടപാടിലേക്ക് മാറ്റുന്നതിനും പൊതുജനം അടയ്ക്കുന്ന നികുതി പണം എത്രയും വേഗം സർക്കാർ ഖജനാവിൽ എത്തിക്കുന്നതിനും വില്ലേജ് ഓഫീസുകളിലെ ജോലിഭാരം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനുമായിട്ടാണ് ഇ പേയ്മെൻറ്റ്, ഇ ട്രഷറി എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഇ പോസ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇ പോസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇ ഗവേണൻസ് സോഫ്റ്റ്വെയറുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് ഇ ഗവേണൻസ് സോഫ്റ്റ്വെയറുകൾ എന്നൊന്ന് പരിശോധിക്കാം. ഇ ഗവേണൻസ് സോഫ്റ്റ്വെയറുകൾ എന്താണ്? പദ്ധതി രൂപീകരണം, അംഗീകാരം, പദ്ധതി നിർവഹണം, പദ്ധതി പുരോഗതി എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ ഇ ഗവേണൻസ് സോഫ്റ്റ്വെയറുകൾ എന്ന പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. പദ്ധതി രൂപീകരണം, അംഗീകാരം, പദ്ധതി നിർവഹണം, പദ്ധതി പുരോഗതി രേഖപ്പെടുത്തൽ എന്നിവയ്ക്കായുള്ള സോഫ്റ്റ്വെയർ ആണ് ഇ ഗവേണൻസ് സോഫ്റ്റ്വെയർ. അതിൻ്റെ പേരാണ് സുലേഖ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സുലേഖ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, അതായത് പദ്ധതിയുടെ രൂപീകരണം, അംഗീകാരം, പദ്ധതി നിർവഹണം, പദ്ധതിയുടെ പുരോഗതി രേഖപ്പെടുത്തൽ എന്നിവയ്ക്കായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സുലേഖ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ജനന, മരണ, വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തുന്നതിനും സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുമുള്ള സോഫ്റ്റ്വെയറാണ് സേവന സിവിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ജനന, മരണ, വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തുന്നതിനും സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുമുള്ള സോഫ്റ്റ്വെയറാണ് സേവന സിവിൽ രജിസ്ട്രേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്നിവ വഴി അവശ്യ വിഭാഗത്തിന് സഹായമെത്തിക്കുന്ന സുതാര്യവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിനുള്ള സോഫ്റ്റ്വെയറാണ് സേവന പെൻഷൻ എന്ന് പറയുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്നിവ വഴി അവശ്യ വിഭാഗത്തിന് സഹായമെത്തിക്കുന്ന സുതാര്യവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിനുള്ള സോഫ്റ്റ്വെയർ ആണ് സേവന പെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വസ്തുനികുതി, തൊഴിൽ നികുതി, D&O, PFA ലൈസൻസ്, റെൻറ്റ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തുടങ്ങിയ റവന്യൂ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സഞ്ചയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വസ്തുനികുതി, തൊഴിൽ നികുതി, D&O, PFA ലൈസൻസ്, റെൻറ്റ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തുടങ്ങിയ റവന്യൂ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സഞ്ചയ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യോഗ തീരുമാനങ്ങളും മിനിറ്റ്സും രേഖപ്പെടുത്തുന്നതിനായി വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് സകർമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യോഗ തീരുമാനങ്ങളും മിനിറ്റ്സും രേഖപ്പെടുത്തുന്നതിനായി വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് സകർമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം വഴി ലഭ്യമാകുന്നതും ഓഫീസിനകത്ത് തീർപ്പ് കൽപ്പിക്കുന്നതുമായ ഫയലുകളുടെ നീക്കങ്ങൾ രേഖപ്പെടുത്തുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും ടച്ച് സ്ക്രീൻ സംവിധാനത്തിലൂടെ ഫയലുകളുടെ നിജസ്ഥിതി പൊതുജനങ്ങൾക്ക് അറിയുന്നതിനും സഹായകമാകുന്ന സോഫ്റ്റ്വെയർ ആണ് സൂചിക എന്ന പേരിൽ അറിയപ്പെടുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം വഴി ലഭ്യമാകുന്നതും ഓഫീസിനകത്ത് തീർപ്പ് കൽപ്പിക്കുന്നതുമായ ഫയലുകളുടെ നീക്കങ്ങൾ രേഖപ്പെടുത്തുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും ടച്ച് സ്ക്രീൻ സംവിധാനത്തിലൂടെ ഫയലുകളുടെ നിജസ്ഥിതി പൊതുജനങ്ങൾക്ക് അറിയുന്നതിനും സഹായകമാകുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സൂചിക എന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കഡസ്ട്രൽ ഭൂപടം, വാർഡ് ഭൂപടം എന്നിവയടങ്ങിയ ഭൂപട വ്യൂഹം തയ്യാറാക്കുന്നതിനായുള്ള സോഫ്റ്റ്വെയറാണ് സചിത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കഡസ്ട്രൽ ഭൂപടം, വാർഡ് ഭൂപടം എന്നിവയടങ്ങിയ ഭൂപട വ്യൂഹം തയ്യാറാക്കുന്നതിനായുള്ള സോഫ്റ്റ്വെയറാണ് സചിത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. വരവ് ചെലവുകൾ അക്കൗണ്ട് ചെയ്യുന്നതിനായി എല്ലാ പ്രാദേശിക സർക്കാരുകൾക്കുമുള്ള ഡബിൾ എൻട്രി അക്രൂവൽ അടിസ്ഥാനമാക്കിയുള്ള അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സംഖ്യ എന്ന് പറയുന്നത്. വരവ് ചെലവുകൾ അക്കൗണ്ട് ചെയ്യുന്നതിനായി എല്ലാ പ്രാദേശിക സർക്കാരുകൾക്കുമുള്ള ഡബിൾ എൻട്രി അക്രൂവൽ അടിസ്ഥാനമാക്കിയുള്ള അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറാണ് സാംഖ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ശമ്പളം വിതരണം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്ത ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ് സ്ഥാപന എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ശമ്പളം വിതരണം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്ത ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ് സ്ഥാപന എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൊതുമരാമത്ത് പ്രവർത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സുഗമ എന്നത്. പൊതുമരാമത്ത് പ്രവർത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സുഗമ എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് ലഭ്യമാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയറാണ് സംവേദിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് ലഭ്യമാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സംവേദിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഞ്ചായത്ത് രാജ്, നഗരപാലിക നിയമങ്ങളും ചട്ടങ്ങളും സർക്കാർ ഉത്തരവുകൾ എന്നിവ ഇലക്ട്രോണിക് രൂപത്തിൽ തയ്യാറാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയറാണ് സഞ്ചിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഞ്ചായത്ത് രാജ്, നഗരപാലിക നിയമങ്ങളും ചട്ടങ്ങളും സർക്കാർ ഉത്തരവുകളും ഇലക്ട്രോണിക് രൂപത്തിൽ തയ്യാറാക്കിക്കൊണ്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് സഞ്ചിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ആർമിത്രം എന്ന സോഫ്റ്റ്വെയർ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആർമിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റവന്യൂ മിനിസ്റ്റേഴ്സ് ഇൻ്ററാക്റ്റീവ് ട്രാൻസ്പെറൻറ്റ് റിഡ്രസൽ ആൻഡ് അസിസ്റ്റൻസ് മിഷൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. റവന്യൂ മിനിസ്റ്റേഴ്സ് ഇൻ്ററാക്റ്റീവ് ട്രാൻസ്പെറൻറ്റ് റിഡ്രസൽ ആൻഡ് അസിസ്റ്റൻസ് മിഷൻ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ റവന്യൂ വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് സമർപ്പിക്കപ്പെടുന്ന പരാതികളുടെ ഓൺലൈൻ രൂപത്തിലുള്ള പുതുക്കിയ സംരംഭമാണ് ആർമിത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൊതുജനത്തിന് സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് തലം വരെയുള്ള എല്ലാ റവന്യൂ ഓഫീസുകളിലെയും വിഷയങ്ങൾ സംബന്ധിച്ചുള്ള പരാതി ഓൺലൈൻ മുഖേന അയക്കാനും പ്രസ്തുത പരാതിയുടെ നിലവിലെ സ്ഥിതി, മറുപടി എന്നിവ ഓൺലൈനായി തന്നെ ലഭ്യമാക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇത്. പൊതുജനത്തിന് സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് തലം വരെയുള്ള എല്ലാ റവന്യൂ ഓഫീസുകളിലെയും വിഷയങ്ങൾ സംബന്ധിച്ചുള്ള പരാതി ഓൺലൈൻ മുഖേന അയക്കാനും പ്രസ്തുത പരാതിയുടെ നിലവിലെ സ്ഥിതി, മറുപടി എന്നിവ ഓൺലൈനായി തന്നെ ലഭ്യമാക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇത്. ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. DILRMP എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കപ്പേര്. ഇ ഗവേണൻസിൻ്റെ ഭാഗമായി കേന്ദ്രാവിഷ്കൃത ഭൂരേഖ കമ്പ്യൂട്ടർവൽക്കരണ പദ്ധതി, റവന്യൂ ഭരണ ശാക്തീകരണം, ഭൂരേഖ നാളതീകരണം എന്നീ പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് ദേശീയ തലത്തിൽ DILRMP പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഇ ഗവേണൻസിൻ്റെ ഭാഗമായി കേന്ദ്രാവിഷ്കൃത ഭൂരേഖ കമ്പ്യൂട്ടർവൽക്കരണ പദ്ധതി, റവന്യൂ ഭരണ ശാക്തീകരണം, ഭൂരേഖ നാളതീകരണം എന്നീ പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് ദേശീയ തലത്തിൽ DILRMP പദ്ധതി നടപ്പിലാക്കുന്നത്. DILRMP പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച് വിവിധ ഓൺലൈൻ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ടും പുതിയ സങ്കേതങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും സംസ്ഥാനത്തുടനീളം ILIS ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം നടപ്പിലാക്കുന്നു. എൻ്റെ ജില്ല എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എൻ്റെ ജില്ല എന്നുള്ള പദ്ധതിയെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് എൻ്റെ ജില്ല എന്ന പദ്ധതി?
കേരളത്തിലെ എല്ലാ ജില്ലകളെക്കുറിച്ചുമുള്ള സമഗ്ര വിവരങ്ങളും ഒരു മൊബൈൽ ആപ്പിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററിൻ്റെ സംരംഭത്തിനെയാണ് എൻ്റെ ജില്ല എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചത് ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സുപ്രധാനമായ പോയിന്റുകളാണ്. ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്